ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ 70 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ മക്കളെ ഒരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന GKയിലെ എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്കിന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. PSC ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകം PSC എപ്പോഴും ചോദിക്കാറുണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയുടേതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RC ദത്തിൻ്റെയാണ്. ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം. നമുക്ക് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. 3 പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ഡ്രെയിൻ തിയറി എന്ന ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. RC ദത്തിനെ കുറിച്ച് നമ്മളൊരു പോയിന്റ് പറഞ്ഞു. ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RC ദത്താണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, അതായത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32. അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അതായത് ഈ പറയുന്ന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാൻ ഈ അനുച്ഛേദം അധികാരം നൽകുന്നു. അതായത് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇനി സമത്വത്തിനുള്ള അവകാശം PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23ഉം 24ഉമാണ് എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അതായത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന സോഷ്യൽ സയൻസ് ക്ലാസ് 8 ചാപ്റ്റർ 5 നിന്നും ചോദിച്ച ചോദ്യമാണിത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കണേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. ആരാണ്? പണ്ഡിത രമാഭായി ആണ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായി 1882 പൂനെയിൽ ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്
പണ്ഡിത രമാഭായി ആണ്. അപ്പോൾ ഇത് സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. ആര്യ മഹിളാ സഭ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പൂനെയിലാണ്. അതേപോലെ തന്നെ ആരുടെ ഉന്നമനമാണ് ലക്ഷ്യം വച്ചതെന്ന് ചോദിച്ചാൽ വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായിരുന്നു ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. ഇനി അക്കാമ ചെറിയാനെ കുറിച്ച് PSC ചോദിക്കാറുണ്ട്. കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന വിശേഷണം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കാമ ചെറിയാനിൽ നിക്ഷിപ്തമാണ്. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനും രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനുമാണ് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് 1897 1893 ഷിക്കാഗോ ലോകമത സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു എന്നുള്ളതും ഒന്ന് ഓർക്കുക. അടുത്തൊരാളാണ് ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളും 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയുമാണ് ആനി ബസന്റ്. അപ്പോൾ മക്കളെ ചോദിച്ച ചോദ്യമാണ്, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്തൊരു ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ആനി ബസന്റ് തന്നെയാണ്. ആനി ബസന്റ് INCയുടെ പ്രസിഡൻ്റായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1917. INC പ്രസിഡൻ്റായ വനിതകൾ അത് പഠിക്കാനുള്ള സിമ്പിൾ കോഡാണ് അസിൻസ് എന്ന് ഓർത്താലും മതി. സോഷ്യൽ സയൻസ് ക്ലാസ് 8 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് മക്കളെ ഇത്. ഒന്ന് നോക്കിയാൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, മൗലിക അവകാശങ്ങളിൽ ഭരണഘടനാ ഭേദഗതികളിലൂടെ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ്? അപ്പോൾ മൗലിക അവകാശങ്ങളിൽ ഭരണഘടനാ ഭേദഗതികളിലൂടെ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശമാണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഭേദഗതികളിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2022 86 ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ 21A ആയി ഇത് ഉൾപ്പെടുത്തിയത്. അതേപോലെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മൗലിക അവകാശമാണ് സ്വത്തവകാശം. റൈറ്റ് ടു പ്രോപ്പർട്ടി 1978 44 ഭരണഘടനാ ഭേദഗതി വഴി ഇതിനെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി. ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമപരമായ അവകാശമായി മാറി. അതായത് ലീഗൽ റൈറ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്നൊരു ലീഗൽ റൈറ്റ് ആണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇന്ന് ഏത് ആർട്ടിക്കിളിലാണ് ലീഗൽ റൈറ്റായ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ 300A ആണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തതാണ് സമത്വത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ തുടക്കം മുതൽ തന്നെ ആർട്ടിക്കിൾ 14 to 18 നിലനിൽക്കുന്നു. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഭരണഘടനയുടെ ആദ്യ രൂപം മുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 25 to 28 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണ് എന്നുള്ളതാണ്. ഒത്തിരി തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ടോപ്പിക്കാണ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. INCയുടെ ആദ്യത്തെ സെക്രട്ടറി, അതേപോലെ തന്നെ സ്ഥാപകൻ, അതേപോലെ തന്നെ INCയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഏവോ ഹ്യൂമാണ്. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു WC ബാനർജി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ
നിലവിൽ WC ബാനർജി ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. സോറി മക്കളെ, അദ്ദേഹമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയത്. ദാദാഭായ് നവറോജിയാണ്. അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധിൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി തന്നെയാണ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്. ആദ്യ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജി എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. 1907 സൂററ്റ് പിളർപ്പിലൂടെ കോൺഗ്രസിൽ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചേരികളുണ്ടായി എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഹോം റൂൾ ലീഗാണ്. ഇന്ത്യയിൽ സ്വയംഭരണം ലക്ഷ്യമാക്കി 1916 ആനി ബസന്റും ബാലഗംഗാധര തിലകനും ചേർന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ ലീഗ്. അപ്പോൾ ഹോം റൂൾ ലീഗ് ആരായിരുന്നു രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1916 ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് 1876 കൊൽക്കത്തയിൽ രൂപീകരിച്ച രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. അടുത്തത് മദ്രാസ് മഹാജൻസഭ. 1884 M വീരരാഘവാചാര്യർ, G സുബ്രഹ്മണ്യ അയ്യർ, P അനന്തചാരുലു എന്നിവർ ചേർന്ന് മദ്രാസിലാണ് മദ്രാസ് മഹാജൻസഭ രൂപീകരിച്ചത്. ഇത്രയെങ്കിലും കുറച്ച് സംഘടനകൾ ഉറപ്പായും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അടുത്തൊരു ചോദ്യമാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26 ഈ ദിവസത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ എല്ലാ വർഷവും നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു, അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയി ആചരിക്കുന്നു. 2015 മുതലാണ് ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ച് തുടങ്ങിയത് എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. കാര്യം വ്യക്തമാണ് എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏതു ഭരണഘടനാ ഭേദഗതിയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത്. 1976 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പാസാക്കിയ 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത്. ഭരണഘടനയിൽ ഏറ്റവും സമഗ്രവും വ്യാപകവുമായ മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയതും ഈ ഭേദഗതിയിലൂടെയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറുഭരണഘടന എന്നറിയപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 86ാം ഭേദഗതി 2002. അതായത് ഈ ഒരു ഭേദഗതി വഴിയാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. ഏത് ഭേദഗതി വഴിയാണ് എന്ന് ചോദിച്ചാൽ 86ാം ഭേദഗതി 2002 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. അടുത്തതാണ് 44ാം ഭേദഗതി 1978. മൊറാർജി ദേശായി സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇത്രയെങ്കിലും ഭേദഗതികൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. രാജാറാം മോഹൻ റോയ് ആണ് ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി, മക്കളെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, സംവാദ് കൗമുദി ആരുടെയാണ് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ എഴുതിയതാണ് സംവാദ് കൗമുദി.
പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൾ അക്ബർ എന്നീ പത്രങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫൂലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫൂലെ. ഗുലാംഗിരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. ഒരിക്കൽ PSC ചോദിച്ച ചോദ്യമാണ്, ഗുലാംഗിരി ആരുടെ പ്രധാന കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവ് ഫൂലെയുടെയാണ്. അടുത്തതാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. നമ്മൾ MG റാനഡെ എന്നാണ് പറയാറുള്ളത്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ പ്രധാന നേതാവും ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു MG റാനഡെ. പശ്ചിമേന്ത്യൻ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നു. ആര്? MG റാനഡെ. അടുത്തതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവം ഏതാണ്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിർത്തിവയ്ക്കാൻ കാരണമായത് 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുണ്ടായ ചൗരി ചൗര സംഭവമാണ്. സമരം അക്രമാസക്തമാവുകയും പ്രക്ഷോഭകാരികൾ പോലീസ് സ്റ്റേഷന് തീയിടുകയും ചെയ്തു. ഇതിൽ 22 പോലീസുകാർ വെന്തു മരിച്ചു. അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഗാന്ധിജി ഈ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഗാന്ധിജി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവം ചോദിച്ചാൽ അത് ചൗരി ചൗര സംഭവമാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. കഴ്സൺ പ്രഭു ബംഗാളിനെ ഹിന്ദു മുസ്ലിം അടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിച്ച സംഭവമാണിത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. റൗലറ്റ് ആക്ട് വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും തടവിൽ വയ്ക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയ കരി നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. 1919 പാസാക്കിയ റൗലറ്റ് ആക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് ആക്ടിനെ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃതസറിൽ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് സമാധാനപരമായി യോഗം ചേർന്ന ആളുകൾക്കു നേരെ ജനറൽ ഡയർ വെടിവെപ്പ് നടത്തിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നടന്ന വർഷം 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. അടുത്തൊരു ചോദ്യത്തിൽ ഇത് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമാണ് ഉള്ളത്. ഭരണഘടനയുടെ 20ാം ഭാഗത്ത്, അതായത് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 368. ഏതു ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് പാർട്ട് 20 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? മക്കളെ, ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം. മാർച്ച് 30 എന്നുള്ള തീയതി കൂടി ഓർത്തു വയ്ക്കുക. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരം 1925 നവംബർ 23 ഔദ്യോഗികമായി അവസാനിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹവും അവ നടന്ന വർഷവും. എത്ര ദിവസമാണ് നീണ്ടു നിന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. 603 ദിവസം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം.
ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. 1932 കേരളത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 കാലഘട്ടത്തിലാണ്. 1930 ഇന്ത്യയൊട്ടാകെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതായത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 കേരളത്തിൽ പയ്യന്നൂരാണ് പ്രധാന കേന്ദ്രമായിരുന്നത്. അപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പയ്യന്നൂരാണ് എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം, അതായത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചു ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന്. ഓക്കെ, അപ്പോൾ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന പേരിൽ. പാലിയം സത്യാഗ്രഹം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കുടുംബക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി 1947 നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം. AG വേലായുധൻ ഈ സമരത്തിലെ ഒരു രക്തസാക്ഷിയാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തതാണ് മേൽമുണ്ട് സമരം. ചാന്നാർ ലഹള എന്നും അറിയപ്പെടുന്നത് മേൽമുണ്ട് സമരമാണ്. ലഹള എന്നും അറിയപ്പെടുന്നു ഏത്? മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള. അതായത് ഈ സമരം തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണരെ പോലെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി 19-ാം നൂറ്റാണ്ടിൽ നടന്ന പോരാട്ടമാണ് മേൽമുണ്ട് സമരം. അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതായത് അവർണർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് 1931 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് മക്കളെ. ഉറപ്പായും പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തിയ ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നമുക്കറിയാം, ബേസ് ലെവൽ ചോദ്യമാണ്. അയ്യങ്കാളിയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴികളിലൂടെ നടക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് 1893 സ്വന്തമായി ഒരു കാളവണ്ടി വാങ്ങി പൊതുവഴിയിലൂടെ യാത്ര ചെയ്ത് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഈ ചരിത്ര സംഭവമാണ് പിന്നീട് വില്ലുവണ്ടി യാത്ര എന്ന പേരിൽ അറിയപ്പെട്ടത്. വില്ലുവണ്ടി യാത്ര നടന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, തിരുവനന്തപുരം മുതൽ വെങ്ങാനൂർ കവടിയാർ വരെയായിരുന്നു. തിരുവനന്തപുരം വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് വില്ലുവണ്ടി യാത്ര നടന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. സാധുജന പരിപാലന സംഘം ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയുടെയാണ്. മറ്റ് പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ഒന്ന്, വൈകുണ്ഠസ്വാമികൾ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നവരിൽ ഒരാളാണ് വൈകുണ്ഠസ്വാമി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാലോ 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അഖിലത്തിരട്ട് എന്ന പ്രധാന കൃതി വൈകുണ്ഠസ്വാമികളുടേതാണ്. അടുത്ത് നമുക്ക് നോക്കാം വാഗ്ഭടാനന്ദൻ. മലബാറിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1917. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ
എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗീതം വൈകുണ്ഠ സ്വാമികളുടേതല്ല, വാഗ്ഭടാനന്ദൻ്റേതാണ്. അടുത്തത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 1909 അദ്ദേഹം സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷ ദൈവസഭയെക്കുറിച്ച് തന്നെയാണ്. സ്ഥാപിച്ചതാരാണ്? സ്ഥാപിച്ച വർഷം 1909. PRDS ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ കുമാരഗുരുദേവനാണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. PRDS പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909 എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ മക്കളെ മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് സവർണരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായത് വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1914 NSS രൂപീകൃതമായത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ നവോത്ഥാന നായകരിൽ അഗ്രഗണ്യൻ. വൈക്കം സത്യാഗ്രഹങ്ങൾക്ക് തൻ്റെ വെള്ളൂർ മഠം വിട്ടുകൊടുക്കുകയും സമരഫണ്ടിലേക്ക് പണം നൽകുകയും ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ നാരായണ ഗുരു. KP കേശവമേനോൻ. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപകനാണ് KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ പ്രമുഖനാണ് KP കേശവമേനോൻ. C ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം INC പ്രസിഡൻ്റായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1897 അമരാവതി സമ്മേളനമാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഗാനമാണിത്. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന പ്രസിദ്ധമായ വരികൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹിൽ ആലപിച്ചിരുന്ന ഗാനമാണ്. ഈ ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. അപ്പോൾ വരിക വരിക സഹചരെ എന്ന ഗാനം ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ അംശി നാരായണപിള്ള. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് K കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയിലാണ് ഈ ഗാനം ആലപിച്ചത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. നടന്ന വർഷം 1931. പാലിയം സത്യാഗ്രഹം. കൊച്ചിയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ഐതിഹാസിക സമരമാണ് പാലിയം സത്യാഗ്രഹം. നടന്ന വർഷം 1947. അടുത്തതാണ് പുന്നപ്ര വയലാർ സമരം. നടന്ന വർഷം 1946. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരെയും ജന്മിത്തത്തിനെതിരെയും തൊഴിലാളികൾ നടത്തിയ സായുധ പോരാട്ടമാണ് പുന്നപ്ര വയലാർ സമരം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവനാരായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവനാരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ സർ സിറിൽ റാഡ്ക്ലിഫാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ നിർണയിക്കാൻ നിയോഗിക്കപ്പെട്ട അതിർത്തി കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു സർ സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വരച്ച അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റാഡ്ക്ലിഫ് രേഖ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 17 റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വരുന്നത്. അടുത്തൊരു രേഖയാണ് ഹെൻറി മക്മോഹൻ എന്ന് പറയുന്നത്.
ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള അതിർത്തി രേഖയായിരുന്നു മക്മോഹൻ രേഖ. നിർണയിച്ചത് ഹെൻറി മക്മോഹനാണ്. എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1914 അടുത്തത് ഹെൻറി ഡ്യൂറൻഡ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിർത്തി രേഖയായ ഡ്യൂറൻഡ് രേഖ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നിലവിൽ വന്നത് 1893. അടുത്തത് സർദാർ വല്ലഭായി പട്ടേലിനെ കുറിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടത്. അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ 500-ലധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് സർദാർ വല്ലഭായി പട്ടേൽ. ഈ പ്രവർത്തനങ്ങൾ കാരണം ഇദ്ദേഹം ഇന്ത്യയുടെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. അതേപോലെ തന്നെ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടതും സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ആരാണ് സഹായിച്ച മലയാളി എന്ന് ചോദിച്ചാൽ സെക്രട്ടറി VP മേനോനായിരുന്നു എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനിഷേധ്യ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നതും ഗാന്ധിജി തന്നെ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആദ്യകാലത്ത് മോനിയ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകമേതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രാജാ ഹരിശ്ചന്ദ്രയായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും പഞ്ചശീല തത്വങ്ങളും ചേരിചേരാ നയവും ആരുടെ സംഭാവനയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനയാണ് ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങൾ, ചേരിചേരാ നയങ്ങൾ. അടുത്തതാണ് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്ന ഓമന പേരിൽ അറിയപ്പെട്ട വ്യക്തി. ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക് എന്നിവയുടെ നേതാവായതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ പ്രശസ്ത വാചകം സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഒത്തിരി തവണ PSC ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ആണിത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീർ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു സൈനിക പ്രതിരോധ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് തുടക്കം കുറിച്ച് പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയിലെ എയർബേസുകളിൽ നടത്തിയ ആക്രമണത്തിൻ്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ വിജയ് 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒന്ന് 1999 കാർഗിലിലേക്ക് നുഴഞ്ഞു കയറിയ പാക് സൈനികരെ തുരത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ വിജയകരമായ സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. അതേപോലെ തന്നെ 1961 ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച സൈനിക നീക്കവും ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 പഞ്ചാബിലെ അമൃതസർ സുവർണ ക്ഷേത്രത്തിൽ താവളമടിച്ചിരുന്ന ഖാലിസ്ഥാൻ ഭീകരരെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് സോവിയറ്റ് യൂണിയൻ USSR ആണ്. ഇന്ത്യയിലെ 2ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത്, അതായത് 1956-61 കാലഘട്ടത്തിൽ അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഒന്നായിരുന്നു ഛത്തീസ്ഗഡിലെ ഭിലായി
ഇത് സ്ഥാപിക്കാൻ ഇന്ത്യയെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിച്ചത് സോവിയറ്റ് യൂണിയനാണ്, അഥവാ USSR റഷ്യ. അതുപോലെ ജാർഖണ്ഡിലെ ബൊക്കാറോ പ്ലാന്റും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇരുമ്പുരുക്കുശാലകളും അവയ്ക്ക് സഹായം നൽകിയ രാജ്യങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും പഠിക്കാനായി മക്കളെ ഇങ്ങനെ ഓർത്താൽ മതി: ഫിച്ചറ, ബൊജറ, തുബബ്രി, റു ഒ ജ. എല്ലാം അതിൽ വന്നിട്ടുണ്ട്. നമ്മൾ കോഡ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുമാണ്. അടുത്തത് നമുക്ക് നോക്കാം ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലിരുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. 1950 മുതൽ 1962 വരെ. കൂടാതെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 ടു 64. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും. ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനം. ഒത്തിരി തവണ ചോദിച്ച ബേസ് ലെവൽ ചോദ്യമാണ്. ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 5. VV ഗിരി ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയാണ്. VV ഗിരി വരാഹഗിരി വെങ്കടഗിരി ഇന്ത്യയുടെ താൽക്കാലിക രാഷ്ട്രപതിയായി ചുമതലയേറ്റ ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ്. അടുത്തൊരു ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നിസ്സംശയം നമുക്ക് പറയാം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമായതുകൊണ്ട്, ബേസ് ലെവൽ ചോദ്യമായതുകൊണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ആധുനിക മനു എന്നും ആധുനിക ബുദ്ധൻ എന്നും ഒക്കെ വിളിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആമുഖത്തിന് അടിസ്ഥാനമായ ലക്ഷ്യപ്രമേയം, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. യൂണിയൻ പവർ കമ്മിറ്റിയുടെ അധ്യക്ഷനും അദ്ദേഹമായിരുന്നു. അടുത്തൊരാളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നപ്പോൾ 1946 ഡിസംബർ 9 അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായി, അതായത് ഇൻറ്ററിം പ്രസിഡൻ്റായിട്ട് നിന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഫ്രഞ്ച് മാതൃകയിൽ ഏറ്റവും മുതിർന്ന അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഉത്തരമഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തരമഹാസമതലം. ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണുകൊണ്ട് രൂപപ്പെട്ട ഫലഭൂഷ്ടമായ പ്രദേശമാണ് ഉത്തരമഹാസമതലം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗോതമ്പ്, നെല്ല്, കരിമ്പ് തുടങ്ങിയ വിളകൾ വൻതോതിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഈ പ്രദേശത്തെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നും വിശേഷിപ്പിക്കുന്നത് ഉത്തരമഹാസമതലത്തെയാണ്. അടുത്തത് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും വലിയ ഭാഗമാണ്. ലാവാ പ്രവാഹത്താൽ രൂപപ്പെട്ട ഇവിടുത്തെ കരിമണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ധാതു സമ്പന്നമായ പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി നിലകൊള്ളുന്ന ഹിമാലയൻ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണിത്. ശീതക്കാറ്റുകളെ തടയുന്നതിലും നദികളുടെ ഉത്ഭവസ്ഥാനം എന്ന നിലയിലും ഇത് പ്രധാനമാണ്. അടുത്തത് തീരസമതലങ്ങൾ. പശ്ചിമ പൂർവ്വഘട്ടങ്ങൾക്കും അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി കിടക്കുന്ന ഇടുങ്ങിയ സമതല പ്രദേശങ്ങളാണിത്. മത്സ്യബന്ധത്തിനും തുറമുഖങ്ങൾക്കും സുഗന്ധവ്യഞ്ജന കൃഷിക്കും പേരുകേട്ട സ്ഥലമാണ് തീരസമതലങ്ങൾ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്.
തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണെന്നുള്ളത് ഓർക്കുക. തമിഴ്നാട്ടിലെ കോറമണ്ടൽ തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ അനുഭവപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂണാണ്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അഥവാ പിൻവാങ്ങുന്ന മൺസൂണിൽ നിന്നാണ് ബംഗാൾ ഉൾക്കടലിലൂടെ വീശുന്ന ഈ കാറ്റ് ഈർപ്പം വലിച്ചെടുക്കുകയും പൂർവ്വഘട്ടത്തിൽ തട്ടി തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിലും മഴയായി ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഇത്തരമൊരു പ്രധാന മൺസൂൺ കാറ്റില്ല, തെക്ക് കിഴക്കൻ മൺസൂൺ. ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാതകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തെക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അതായത് ശൈത്യകാലത്ത് വടക്കേ ഇന്ത്യയിൽ മഴ നൽകുന്ന പശ്ചിമ അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ടതാണ് കാറ്റുകളാണ് ഏത്? വടക്കു പടിഞ്ഞാറൻ മൺസൂൺ, അതായത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് അറിയപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഇന്ത്യയിലാകമാനം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാറ്റിൽ നിന്നാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. എന്നാൽ പശ്ചിമഘട്ടം കാരണം തമിഴ്നാട് ഇതിൻ്റെ മഴനിഴൽ പ്രദേശമായതിനാൽ അവിടെ ഈ സമയം മഴ കുറച്ചു മാത്രമാണ് ലഭിക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് മക്കളെ? നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ മകളെ, ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. CSIR നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പ്രായത്തിലുള്ള അപൂർവ പാറകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. CSIR NGRI ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്, റോക്ക് മ്യൂസിയം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ ഒരു നഗരമാണ് വാരാണസി. ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരം, ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് വാരാണസി. അടുത്തത് ജോധ്പൂരാണ്. രാജസ്ഥാനിലെ നീലനഗരം, അതായത് ബ്ലൂ സിറ്റി എന്നറിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജോധ്പൂരാണ്. ഇവിടെ പാറകളുമായി ബന്ധപ്പെട്ട വലിയ കോട്ടകളുണ്ടെങ്കിലും ഈ മ്യൂസിയം ഇവിടെയില്ല. മുംബൈ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. എലിഫൻ്റ് ഗുഹകൾ പോലെ പല പുരാതന സ്മാരകങ്ങളും എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് മുംബൈയിലുണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പശ്ചിമഘട്ടവും കിഴക്കൻ തീരത്തുള്ള പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നതാണ് നീലഗിരി കുന്നുകൾ. തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ദോഡാബേട്ട എന്ന നീലഗിരിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. അപ്പോൾ ദോഡാബേട്ടയാണ് നീലഗിരിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ആനമലൈ കുന്നുകളും പളനിക്കുന്നുകളും കാഡമൻ കുന്നുകളും. ആനമലൈ കുന്നുകൾ ദക്ഷിണേന്ത്യയിലും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് നീലഗിരിയിലേക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്നു. പളനിക്കുന്നുകൾ തമിഴ്നാട്ടിലെ മധുര, കൊടൈക്കനാൽ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. ആനമലയുടെ കിഴക്കൻ തുടർച്ചയാണ് പളനിക്കുന്നുകൾ. കാഡമൻ കുന്നുകളാണെങ്കിലോ ഏലമലക്കാടുകളെന്ന് അറിയപ്പെടുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്താണ് ഇവ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഗർഭയാണ്. ഗർഭ ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലെയാണ് ഗർഭ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നവരാത്രി കാലത്ത് പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്ന പ്രസിദ്ധമായ പരമ്പരാഗത നൃത്തരൂപമാണ് ഗർഭ. ഇത് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ്.
ഈ നൃത്തരൂപത്തെ യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിലേക്കാണ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തത്. തമിഴ്നാട്ടിൻ്റെ പ്രശസ്തമായ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭരതനാട്യമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ക്ലാസിക്കൽ നൃത്തരൂപം, അതുപോലെ കരകാട്ടം എന്ന് പറയുന്നതും കാവടിയാട്ടം എന്ന് പറയുന്നതും തമിഴ്നാട്ടിലെ നാടോടി നൃത്തങ്ങളാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഒഡീഷയുടെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഒഡീസി. ഛൗ നൃത്തം ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലെ പ്രധാന നൃത്തരൂപമാണ്. മധ്യപ്രദേശിലെ നൃത്തരൂപമാണ് മാച്ച് മഡ്കി. മധ്യപ്രദേശിലെ പ്രധാന നാടോടി നൃത്തങ്ങളാണ് ഇവ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് നെടുങ്കണ്ടമാണ്. സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിലാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിഴിഞ്ഞം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ഡീപ്പ് വാട്ടർ തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ പ്രധാന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മണികിരൺ ആണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന മണികിരൺ ഇന്ത്യയിലെ പ്രശസ്തമായ ഭൂതാപ ഊർജ പ്ലാന്റ് ഉള്ള പ്രദേശമാണിത് എന്നുള്ളതും ഓർക്കുക. അടുത്തൊരു ചോദ്യമാണ്, കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാനാഞ്ചിറ ഒരു വലിയ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ്. സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാരങ്ങൾക്ക് ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ കുടിവെള്ളത്തിനുമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ വലിയ ചിറ. ഇത് പിന്നീട് മാനാഞ്ചിറ തടാകം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പൂക്കോട് തടാകം PSC എപ്പോഴും ചോദിക്കാറുണ്ട്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വാഭാവിക ശുദ്ധജല തടാകമാണ്. കേരള ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. മുരിയാട് തടാകം, അതായത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വാഭാവിക തണ്ണീർത്തട തടാക പ്രദേശമാണ് മുരിയാട് തടാകം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്ക് മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. കേരളത്തിൽ ഇതിനെ തുലാവർഷം അല്ലെങ്കിൽ പിൻവാങ്ങുന്ന മൺസൂൺ എന്ന് വിളിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് ഇതിൻ്റെ സവിശേഷത. ഉച്ചതിരിഞ്ഞാണ് കൂടുതലായും ഈ മഴ ലഭിക്കുന്നത്. അടുത്തത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ലഭിക്കുന്ന കാലവർഷമാണിത്. ഇതിനെ ഇടവപ്പാതി എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ മൺസൂൺ കാലത്താണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ മൺസൂണുകൾ കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങളെ സൂചിപ്പിക്കുന്നുമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ അത് NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത. തമിഴ്നാട്ടിലെ സേലത്ത് നിന്ന് ആരംഭിച്ച് കോയമ്പത്തൂർ വഴി കേരളത്തിലെ കൊച്ചിയിൽ അവസാനിക്കുന്ന ദേശീയപാതയാണ് NH 544. മകളെ ഇതിൻ്റെ പഴയ പേര് NH 47 എന്നാണെന്നുള്ളത് ഓർക്കുക. അതായത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നു. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് NH 544 അല്ലെങ്കിൽ NH 47 പഴയ പേര്. അങ്ങനെയാണെങ്കിൽ NH 7 പഴയ നമ്പറിംഗ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതയായിരുന്നു NH 7. ഇത് വാരാണസി മുതൽ കന്യാകുമാരി വരെയാണ്. ഇപ്പോൾ ഇത് NH 44 ഭാഗമാണ് എന്നുള്ളത് ഓർക്കുക. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ദേശീയപാതയാണ് ശ്രീനഗറിൽ തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന NH 44. NH 744 ആണെങ്കിൽ കേരളത്തിലെ കൊല്ലത്തും തമിഴ്നാട്ടിലെ തിരുമംഗലത്തെയും ബന്ധിപ്പിക്കുന്നു. ദേശീയപാതയാണിത്. NH 208 പഴയ പേര്. ഇത് ആര്യങ്കാവ് ചുരം വഴിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വയനാട് പീഠഭൂമിയാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാടാണ്. ദക്ഷിണേന്ത്യൻ ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകിച്ചും മൈസൂർ പീഠഭൂമിയുടെ തുടർച്ചയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന വയനാടൻ പീഠഭൂമി. അടുത്തൊരു ചോദ്യം, അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിലെ 44 നദികളിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. അതായത് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി കർണാടകയിലെ കാവേരി നദിയിൽ ചേരുന്ന നദിയാണ് കബനി എന്ന് പറയുന്നത്. വയനാടിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. ഭവാനി ആണെങ്കിൽ കിഴക്കോട്ടൊഴുകുന്ന നദി അട്ടപ്പാടിയിലൂടെ ഒഴുകി തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയിൽ ചേരുന്നു. അടുത്തത് പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ 3ാമത്തെ നദിയാണ് പാമ്പാർ. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതിയിൽ ചേരുന്നു. തലയാർ എന്ന് വിളിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എറണാകുളം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളവനമാണ്. വിസ്തീർണം വെറും 0.027 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിനെ കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. ഇതൊരു പക്ഷി സങ്കേതമല്ല. കേരളത്തിൽ ചാമ്പൽ മലയണ്ണാനെയും അതേപോലെ തന്നെ നക്ഷത്ര ആമകളെയും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് എന്നുള്ളത് ഓർക്കുക. തട്ടേക്കാട്, ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയിലാണ് എന്നുള്ളത് ഓർക്കുക. കുമരകം, കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് കുമരകം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ സ്ത്രീ പുരുഷ അനുപാതം സെക്സ് റേഷ്യോ ഉള്ള ജില്ലയാണ് ഇടുക്കി. പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ. കേരളത്തിൽ ലിംഗാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ എന്നുള്ളത് കൂടി ഓർക്കുക. ജനസാന്ദ്രതയുടെ ഏറ്റവും കുറഞ്ഞ 2ാമത്തെ ജില്ലയാണ് വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതൽ വയനാടാണ്. എറണാകുളത്താണെങ്കിൽ കേരളത്തിലെ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല കൂടിയാണ് എറണാകുളം. കോട്ടയമാണെങ്കിൽ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ജില്ല. പുകയില വിമുക്തമായ ആദ്യ ജില്ല കോട്ടയം. അടുത്തൊരു ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. കേരളത്തിൽ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അതായത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എന്നാൽ PSC നൽകിയ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കീ എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പശ്ചിമഘട്ടത്തിൻ്റെ വലിയൊരു ഭാഗവും ഉൾക്കൊള്ളുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. അതായത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇതിനെ മഴക്കാടുകൾ എന്നും വിളിക്കാറുണ്ട്. എന്നാൽ സാങ്കേതികമായി നിത്യഹരിത വനങ്ങൾ എന്നാണ് പറയുക. അടുത്തത് ചോലവനങ്ങൾ. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലെ പുൽമേടുകൾക്കിടയിൽ കാണപ്പെടുന്ന മരങ്ങൾ നിറഞ്ഞ ഭാഗമാണ് ചോലവനങ്ങൾ. അടുത്തത് ഉഷ്ണമേഖല മഴക്കാടുകൾ. നിത്യഹരിത വനങ്ങളുടെ മറ്റൊരു പേരാണ്. എന്നാൽ ഔദ്യോഗികമായി തരംതിരിക്കുമ്പോൾ നിത്യഹരിത അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നാണ് വിളിക്കുക. സൈലന്റ് വാലി ഇതിന് ഉദാഹരണമാണ് ഉഷ്ണമേഖല മഴക്കാടുകൾക്ക്. കണ്ടൽ വനങ്ങൾ. ഉപ്പുവെള്ളം കയറുന്ന തീരപ്രദേശങ്ങളിലും കായൽ തീരങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. അടുത്തൊരു ചോദ്യമാണ്, തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല. അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏകദേശം 82 കിലോമീറ്റർ കണ്ണൂർ ജില്ലയിൽ നിലവിൽ എന്തുണ്ട്?
ഈ പറയുന്ന തീരദേശമുണ്ട്. മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനം, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കടൽ തീരമുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് 78 കിലോമീറ്ററുള്ള തിരുവനന്തപുരമാണ് എന്നുള്ളത് കൂടി ഓർക്കുക. കോവളം, വർക്കല തുടങ്ങിയ പ്രശസ്തമായ ബീച്ചുകൾ ഇവിടെയുണ്ട്. ഇനി കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഹെൽത്ത് ATM എറണാകുളം ജില്ലയിലാണ് ഹെൽത്ത് ATM നിലവിൽ വന്നത്. മക്കളെ, അതായത് രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന ആരോഗ്യ പരിശോധനകൾ വേഗത്തിൽ സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ഗഗൻയാൻ. അപ്പോൾ ഗഗൻയാൻ ദൗത്യമാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ച് സുരക്ഷിതമായി തിരികെ ഭൂമിയിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഇതിലൂടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി റോവർ ഇറക്കിയ ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. മംഗളയാൻ, ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ ISRO 2013 വിക്ഷേപിച്ച മാർസ് ഓർബിറ്റർ മിഷനാണ് മംഗളയാൻ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണത്തിൽ ഉപഗ്രഹം എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. ആദിത്യ L1, സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ദൗത്യമാണ് ആദിത്യ L1 എന്നുള്ളത് ഓർക്കുക. അടുത്തൊരു ചോദ്യം, ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ആയ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, ഇന്നത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, 1829 സ്ഥാപിക്കപ്പെട്ടത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ്. കലകളുടെയും സംഗീതത്തിൻ്റെയും വലിയ പ്രോത്സാഹനകനായിരുന്നു സ്വാതി തിരുനാൾ. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഉത്രം തിരുനാൾ മഹാരാജാവ്, ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഉത്രം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിതമായി. ചാന്നാർ ലഹളയെ തുടർന്ന് മാറുമറയ്ക്കാനുള്ള അവകാശം ഔദ്യോഗികമായി നൽകിയതും ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ്, തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ്. 36 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇദ്ദേഹമാണ്. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് എന്നുള്ളത് ഓർക്കുക. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്, ഇന്ത്യയിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി സഭ, ശ്രീമൂലം പ്രജാസഭ 1904 രൂപീകരിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അടുത്തൊരു ചോദ്യമാണ്, സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് മക്കളെ? അതായത് ഭിലായും അതേപോലെ തന്നെ ബൊക്കാറോയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ചോദ്യം ഇതിക്ക് മുമ്പ് വന്നപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഫിജറ, ബൊജറ, ദുബബ്രി, റുവോജ, ഈ ഒരു കോഡ് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. യെസ്, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളെന്ന് ചോദിച്ചാൽ ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രോ, 3 പേരെയും ഓർത്തു വയ്ക്കുക. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രോ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 1953 ജവഹർലാൽ നെഹ്റു സർക്കാർ നിയമിച്ചതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ SRC. ഫസൽ അലി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ് മറ്റ് 2 അംഗങ്ങൾ. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത് മക്കളെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ജഗദീപ് ധൻകറാണ് ഇന്ത്യയുടെ 14ാമത്തെയും നിലവിലത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ജഗദീപ് ധൻകറാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വച്ചേക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് 2020
2025 ആർക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? നല്ലൊരു ചോദ്യമാണ്. മറിയ കൊറീന. അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മറിയ കൊറീനയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസ് ആഞ്ചലസ് ആണ്. ലോസ് ആഞ്ചലസ് ആണ് 2028 ഒളിമ്പിക്സിൻ്റെ വേദി. 2028 നടക്കുന്ന 34ാമത് വേനൽക്കാല ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ് വേദിയാകുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് ആണ്. ഓക്കെ, ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ് എന്നുള്ളതാണ്. ഹീലിയം ഉണ്ട്, മീഥെയിൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നിയോൺ ഉണ്ട്. നമ്മുടെ ആൻസർ മീഥെയിൻ ആണ്. അതായത് ഭൂമിയിൽ നിന്നുള്ള താപവികിരണങ്ങളെ, ഇൻഫ്രാറെഡ് റേഡിയേഷനെ ആഗിരണം ചെയ്ത് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങളെന്ന് പറയുന്നത്. തന്നിരിക്കുന്നവയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഥെയിൻ മാത്രമാണ് ഒരു പ്രധാന ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, നീരാവി എന്നിവയാണ് മറ്റ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഒരു ഉത്കൃഷ്ടവാതകം, നോബിൾ ഗ്യാസാണ് ഏതെന്ന് പറയുന്നത്? ഹീലിയം എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തല്ല? ഹരിതഗൃഹ വാതകമല്ല. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. ഏകദേശം 78% അന്തരീക്ഷത്തിൽ കാണുന്നത് നൈട്രജൻ ആണ്. ഇനി നിയോൺ എന്ന് പറയുന്നത് ഹീലിയത്തെ പോലെ തന്നെ ഒരു ഉത്കൃഷ്ട താപത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഇതിനില്ല. അതുകൊണ്ട് തന്നെ നിയോൺ എന്ന് പറയുന്നതും എന്താണ്? നിലവിൽ ഈ പറയുന്ന ഹരിതഗൃഹവാതകമല്ല എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പയറിൻ്റെ സങ്കര ഇനങ്ങൾ നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നിലവിൽ ജ്യോതിക ഭാഗ്യലക്ഷ്മി ഇത് എന്തിൻ്റെ സങ്കര ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയറിൻ്റെ സങ്കര ഇനമാണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി. പവിത്ര സൽകീർത്തി ആണെങ്കിൽ അത് എന്താണ്? വെണ്ടയുടെ, ലേഡീസ് ഫിംഗറിൻ്റെയാണ് ഈ പറയുന്ന പവിത്ര സൽകീർത്തി. ഉജ്ജ്വല ചന്ദ്ര ശങ്കര, ജ്വാലാമുഖി അനുഗ്രഹ ഇത് മുളകിൻ്റെയാണ്. സൽകീർത്തിയും ജ്വാലാമുഖിയും ഇതും മുളകിൻ്റെ തന്നെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അതായത് നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാരംഭ അർബുദ രോഗത്തെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തി വിവിധ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചരണ പരിപാടിയുടെ പേരാണ് ആരോഗ്യം ആനന്ദം. അപ്പോൾ ആരോഗ്യം ആനന്ദം എന്ന് പറയുന്നത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാരംഭ അർബുദങ്ങളെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തി വിവിധ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പ്രാരംഭ ദശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കുന്ന പദ്ധതികളിൽ ഒന്നാണിത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ആരോഗ്യം ആനന്ദം ഇതൊരു ക്യാമ്പയിനാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തിയുള്ള ഉപകരണം ഏതാണ് എന്നുള്ളതാണ്. ആവർത്തന പ്രതിപതനം അതായത് പ്രകാശം ഒന്നിലധികം തവണ പ്രതിപതിക്കുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകാശം ഒന്നിലധികം തവണ പ്രതിപതിക്കുന്നതിനെയാണ് പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ആവർത്തന പ്രതിപതനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും ഈ തത്വമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഇവ രണ്ടും എന്താണ്? ഒരു ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് കാലിഡോസ്കോപ്പ്, അതേപോലെ തന്നെ പെരിസ്കോപ്പ്. ഓക്കെ, അപ്പോൾ പ്രകാശം ഒന്നിലധികം തവണ പ്രതിപതിക്കുന്നു. ഈ പ്രതിഭാസമാണ് ആവർത്തന പ്രതിപതനം. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നാണ് ആവർത്തന പ്രതിപതനത്തെ പറയുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെ തന്നെയാണ്. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഏതൊക്കെയാണ്?
കാലിഡോസ്കോപ്പും പെരിസ്കോപ്പുമാണുള്ളത്, ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ച പ്രീവിയസ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കലാമിൻ എന്നത് സിങ്കിൻ്റെ അയിരാണ്. ഒരു ലോഹത്തെ ലാഭകരമായും എളുപ്പത്തിലും വേർതിരിക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് അയിരുകൾ അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്. സിങ്കിൻ്റെ കാർബണേറ്റ് അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന അയിര്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട് ഇരുമ്പിൻ്റെ അയിര്. അതേപോലെ തന്നെ ലെഡിൻ്റെ അയിരാണ് ഗലീന, ഒത്തിരി തവണ ചോദിച്ചത്. മെർക്കുറിയുടെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിന്നബാറാണ്, ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഓർക്കുക, കലാമിൻ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? സിങ്കിൻ്റെയാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇരുമ്പാണ്. ലെഡ് ഗലീന ആണ്. അതേപോലെ തന്നെ മെർക്കുറി സിന്നബാറാന്നുള്ളത് ഓർക്കുക. അടുത്തൊരു ചോദ്യമാണ്, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അക്കുസ്റ്റിക്സ് എന്ന പേരിലാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കുസ്റ്റിക്സ്. ശബ്ദം, അതിൻ്റെ ഉൽപ്പാദനം, പ്രേഷണം, സ്വാഭാവിക സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള ഭൗതിക ശാസ്ത്ര പഠന ശാഖയാണ് അക്കുസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സ് ആണെങ്കിലോ പ്രകാശം, അതിൻ്റെ സവിശേഷതകൾ, പ്രകാശിക ഉപകരണങ്ങൾ, ലെൻസുകൾ, ദർപ്പണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. തെർമോഡൈനാമിക്സോ താപം, താപനില, അവ എങ്ങനെ ഊർജത്തിൻ്റെ മറ്റു രൂപങ്ങളായി മാറുന്നു എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞത് വസ്തുക്കളുടെ ചലനം, അവയിൽ പ്രവർത്തിക്കുന്ന ബലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ദക്ഷിണേന്ത്യയിലെ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മക്കളെ, അതാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് പോർട്ടും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ തുറമുഖമാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും പ്രവർത്തിക്കുന്ന ഭീമൻ ക്രെയിനുകൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത്, ഇന്ത്യയിലെ ആദ്യ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മക്കളെ, അത് തമിഴ്നാടാണ്. ഇന്ത്യൻ ആണവോർജ പരിപാടിയുടെ 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യമാണ്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മക്കളെ ശൈലി. ഓക്കെ, അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. രക്താതിമർദ്ദം, അർബുദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ ആരോഗ്യ സർവേ നടത്താനും വിവരശേഖരണത്തിനും രോഗനിർണയത്തിനുമായി കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ശൈലി എന്നുള്ളത് മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അതായത്, എംബസീമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഒറ്റയടിക്കാനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. കാരണം തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ള പ്രിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എംബസീമ ശ്വാസകോശമാണ്. പ്രധാനമായും പുകവലി കാരണം ശ്വാസകോശത്തിലെ ലങ്സ്, വായു അറകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇലാസ്തികത നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഗുരുതരമായ ഈ ഒരു രോഗമാണ് എംബസീമ. ശ്വാസം മുട്ടലാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണമായി പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. അതായത്, നമ്മുടെ സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തെയാണെന്ന് ചോദിച്ചാൽ, മാനസിക രോഗ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട GK ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ
ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ മകളെ, നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് തികച്ചും ഇതൊരു പ്രിലിംസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവാതെ, അതായത് പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ കടക്കാനായി നമുക്ക് വേണ്ടത് ഏകദേശം 75നും 80നും ഇടയിലുള്ളൊരു മാർക്കാണ്. അതുകൊണ്ട് തന്നെ 60ഉം 50ഉം ഒക്കെ ബബിൾ ചെയ്ത് ഇറങ്ങി വരുന്നവർ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും വിചാരിക്കുക, ഒരു പ്രിലിംസ് എക്സാമാണിത്. അത് എനിക്ക് പാസ്സാവാനായിട്ട് ഏകദേശം 75ന് മുകളിലേക്കുള്ള മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 80ന് മുകളിലേക്ക് ബബിൾ ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു സ്കോർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് എക്സാമിന് വരത്തുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾക്കറിയില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. കൂടാതെ മാത്സിലും 1-2 ചോദ്യങ്ങളൊക്കെ നിലവിൽ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കിട്ടിയില്ല എന്ന് കരുതി, അല്ലെങ്കിൽ 2 ചോദ്യം മാത്സിലേക്ക് കിട്ടിയില്ല എന്ന് കരുതി പിന്നെയും ഒന്നുകൂടി നോക്കിയിട്ടും നിങ്ങൾക്കത് അതിൻ്റെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരമില്ല എന്ന് തന്നെയാണ് പ്രിയ ഉദ്യോഗാർത്ഥികളെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായി ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം സമയം കിട്ടിയില്ല എന്നൊരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, നിങ്ങളാണ് നാളെ നിങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവർ കാണേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പെരുമാറേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മക്കളെ, അതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ സമൂഹത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വില, നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന വില, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കിട്ടുന്ന വില, ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എക്സാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം അടിപൊളിയായിട്ട് ഈ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് മക്കളെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസ. ഒത്തിരി സ്നേഹത്തോടെ, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.